പ്ലസ് വൺ എക്കണോമിക്സ് ഇംപ്രൂവ്മെന്റ് സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുൻ വർഷത്തെ ചോദ്യപേപ്പറുകളിൽ ചോദിച്ച അഥവാ പൊതുപരീക്ഷയ്ക്ക് ചോദിച്ച ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളും ഷോർട്ട് ആൻസർ ടൈപ്പ് ചോദ്യങ്ങളുമാണ്. അതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരം സ്പെസിഫൈഡ് ആയിട്ട് പറയുന്നതോടൊപ്പം അതിനോട് ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ചർച്ച ചെയ്യുന്നു. അഥവാ വരാൻ സാധ്യതയുള്ള അനുബന്ധ വസ്തുതകൾ കൂടി ഇതിനകത്ത് ചർച്ച ചെയ്യുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗോൾഡൻ റെവല്യൂഷൻ ദാറ്റ് റിലേറ്റ്സ് ടു ഹോർട്ടിക്കൾച്ചർ, സെറികൾച്ചർ, പിസിക്കൾച്ചർ, നൺ ഓഫ് ദീസ്. ഈ ഓപ്ഷനിൽ ഹോർട്ടിക്കൾച്ചർ ആണ് അതിന് ഉത്തരം. ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, പഴം പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് ഗോൾഡൻ റെവല്യൂഷൻ. അതുപോലെ തന്നെയാണ് ഗ്രീൻ റെവല്യൂഷൻ, അറിയാലോ, അനുബന്ധമായ ഒരു വസ്തുതയാണ്. ഗ്രീൻ റെവല്യൂഷൻ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടതാണ്. വൈറ്റ് റെവല്യൂഷൻ പാലുൽപാദനം അഥവാ മിൽക്ക് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ ബ്ലൂ റെവല്യൂഷൻ ഫിഷ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്പറേഷൻ ഫ്ലഡ് അതും മിൽക്ക് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നാണ്. ദ റേഞ്ച് ഓഫ് സിമ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഈസ്. സിമ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് റേഞ്ച് എവിടെയാണ്? അത് പരിധി എത്രയാണ്? 0 to infinity, -1 to +1, -infinity to +infinity, none of this. ഈ പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, -1 to +1. -1ന്റെയും +1ന്റെയും ഇടയിലാണ് സിമ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ വാല്യൂ ഉള്ളത്. ദ വാല്യൂ ഓഫ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ലൈസ് ബിറ്റ്വീൻ -1 to +1. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉത്തരം ഇവിടെ ബി ആണ്. അനുബന്ധമായിട്ട് നമ്മൾ ഈ കാര്യം കൂടി അറിഞ്ഞിരിക്കണം. സാധാരണ കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ലെറ്റർ ആണ് സ്മാൾ ലെറ്റർ R, അല്ലെ? R എന്നാണ് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് കോറിലേഷനെ. അപ്പോ നമ്മൾ ഈ കോറിലേഷന്റെ വാല്യൂ അത് +1 ആണെങ്കിൽ, +1 ആണ് ഉത്തരമെങ്കിൽ അത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. -1 ആണ് ഉത്തരമെങ്കിൽ അത് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണ്. ഒരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ അത് പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഒരു നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ അത് നെഗറ്റീവ് കോറിലേഷൻ ആണ്. 0 ആണെങ്കിൽ അവിടെ കോറിലേഷൻ ഇല്ല, അഥവാ നോ കോറിലേഷൻ ആണ്. അനുബന്ധമായിട്ട് ഈ കാര്യം കൂടി ഒന്ന് ഓർത്തു വെച്ചുകൊള്ളുക. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ദ ഫോളോയിങ് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ലാൻഡ് ഡിഗ്രഡേഷൻ എക്സെപ്റ്റ്. താഴെ കൊടുത്തിരിക്കുന്ന ഘടകങ്ങളിൽ ഒന്നൊഴികെ ബാക്കിയുള്ളതൊക്കെ ഭൂമിയുടെ ഗുണം നഷ്ടപ്പെടുത്താൻ കാരണക്കാരാണ്. അതിൽ ആ നഷ്ടപ്പെടുത്താൻ കാരണമല്ലാത്ത ഘടകം ഏതാണ്? അതിൽ നമുക്ക് ഓരോന്ന് നോക്കാം. എ ഷിഫ്റ്റിംഗ് ഓഫ് കൾട്ടിവേഷൻ, അല്ലെ? വനഭൂമിയിലേക്ക് കൃഷി അങ്ങോട്ട് കൂടുതൽ വ്യാപിപ്പിക്കുമ്പോൾ, ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഭൂമിയുടെ ഗുണം നഷ്ടപ്പെടുത്തും. പിന്നെ ഇംപ്രോപ്പർ ക്രോപ്പ് റൊട്ടേഷൻ, അല്ലെ? അനാവശ്യമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ശരിയായ രീതിയിലല്ലാതെ വിള മാറ്റി മാറ്റി ചെയ്യുക, അതും ഇതിന് കാരണമാകാം, ഭൂമിയുടെ ഗുണം നഷ്ടപ്പെടുത്താൻ കാരണമാകാം. മറ്റൊന്ന് അഫോറസ്റ്റേഷൻ, അതാണ് ഉത്തരം സി. അഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വനവൽക്കരണം ഒരിക്കൽ പോലും ഭൂമിയുടെ ഗുണം നഷ്ടപ്പെടുത്താൻ കാരണമാകുന്നില്ല. അപ്പൊ അതാണ് ഉത്തരം. നാലാമത്തെ ഒന്നും കൂടി നോക്കാം. ഇൻഡിസ്ക്രിമിനേറ്റ് യൂസ് ഓഫ് അഗ്രോ കെമിക്കൽസ്, അല്ലെ? രാസവളത്തിന്റെ ഒരു ദാക്ഷിണ്യവും ഇല്ലാത്ത ഉപയോഗം ഉണ്ടല്ലോ, അതും ഭൂമിയുടെ ഗുണം നഷ്ടപ്പെടുത്താൻ കാരണമാണ്. അപ്പൊ ഇവിടെ അഫോറസ്റ്റേഷൻ ആണ് ഉത്തരം. ഈ ചോദ്യം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അഥവാ സുസ്ഥിര വികസനം എന്ന് പറയുന്ന എക്കണോമിക്സിന്റെ ഭാഗത്ത് 9ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ, ഡാഷ് ഈസ് ദ സെക്കൻഡ് ക്വാർട്ടൈൽ. താഴെ പറയുന്നത് ഏതാണ് സെക്കൻഡ് ക്വാർട്ടൈൽ? എ മീഡിയൻ, ബി മീൻ, സി മോഡ്. ഇതിൽ ഉത്തരം ഏതാണ്? മീഡിയൻ ആണ് സെക്കൻഡ് ക്വാർട്ടൈൽ. അപ്പൊ ഫസ്റ്റ് ക്വാർട്ടൈൽ ഏതാ? അനുബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഫസ്റ്റ് ക്വാർട്ടൈൽ Q1, സെക്കൻഡ് ക്വാർട്ടൈൽ Q2 അഥവാ മീഡിയൻ, തേർഡ് ക്വാർട്ടൈൽ Q3. ഇതാണ് അതിലുത്തരം. ഇത് എവിടെ പഠിച്ചതാണ്? മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സിലെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ. ദ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1995. താഴെ കൊടുത്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ, സ്ഥാപനങ്ങളിൽ 1995 സ്ഥാപിച്ച സ്ഥാപനം ഏതാണ്? ആ വർഷം ഓർത്തു വെക്കണം. ഗാട്ട്, അല്ലെ? IMF, IBRD, WTO. ഗാട്ട് എന്ന് പറഞ്ഞാൽ ജനറൽ അഗ്രിമെന്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ്. IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. IBRD ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഇതിലേതാ? നമുക്കറിയാലോ, അത് WTO ആണ്.
ഇത് നമുക്ക് മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ കുറിച്ച് 1995 സ്ഥാപിച്ചത്. അതിന്റെ മുൻഗാമിയായിരുന്ന ഗാട്ട് നിലവിൽ വന്നത് 1948. അപ്പൊ ഓർത്തു വെക്കുക, വർഷം ഗാട്ട് നിലവിൽ വന്നത് 1948, WTO നിലവിൽ വന്നത് 1995. ഉത്തരം ഡി. അടുത്ത ക്വസ്റ്റ്യൻ, കുടുംബശ്രീ ഇൻ കേരള ഈസ് എ ഡാഷ്. കേരളത്തിലെ കുടുംബശ്രീ എന്തുമായി ബന്ധപ്പെട്ടാണ്? എ, പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാം അഥവാ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി. ബി, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അഥവാ സ്വയം സഹായക സംഘങ്ങൾ. സി, വുമൻ എംപവർമെന്റ് പ്രോഗ്രാം അഥവാ സ്ത്രീ ശാക്തീകരണ പരിപാടി. ഡി, ഓൾ ഓഫ് ദീസ്. ഇതെല്ലാമാണ്. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയാണോ, സ്വയം സഹായക സംഘമാണോ, സ്ത്രീ ശാക്തീകരണ പരിപാടിയാണോ? ഇതെല്ലാമാണോ? ഇതെല്ലാമാണ്. ഉത്തരം ഡി ആണ്, ഓൾ ഓഫ് ദീസ്. കാരണം ഇതൊരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, സ്വയം സഹായക സംഘമായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ ഒന്ന് തന്നെയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതുപോലെ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ. അപ്പോൾ മുകളിൽ പറഞ്ഞ എ, ബി, സി മൂന്നും ഇതിന്റെ ഉത്തരങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് മെഷേഴ്സ് ചേഞ്ചസ് ഇൻ ഡാഷ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അഥവാ ഉപഭോക്തൃ വില സൂചിക എന്തിലെ മാറ്റമാണ് അളക്കുന്നത്? റീറ്റെയിൽ പ്രൈസ്, ഹോൾസെയിൽ പ്രൈസ്, പ്രൊഡ്യൂസേഴ്സ് പ്രൈസ്, റേഷൻ ഷോപ്പ് പ്രൈസ്. ഇതിനകത്ത് ഉത്തരം വളരെ ക്ലിയർ ആണ്. നമ്മൾ ഇൻഡെക്സ് നമ്പർ എന്ന ചാപ്റ്ററിൽ വളരെ വ്യക്തമായി പഠിച്ചതാണ്. ഉത്തരം എ, റീറ്റെയിൽ പ്രൈസ് അഥവാ ചില്ലറ വില. ചില്ലറ വിലയിലെ മാറ്റമാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് അളക്കുന്നത്. ഹോൾസെയിൽ പ്രൈസിലെ മാറ്റം അളക്കാൻ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഉണ്ടല്ലോ. പ്രൊഡ്യൂസേഴ്സ് പ്രൈസിലെ മാറ്റം അളക്കാൻ പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് ഉണ്ട്. ഇങ്ങനെ ഓരോ കാര്യത്തിനും വ്യത്യസ്തമായിട്ടുള്ള ഇൻഡെക്സ് നമ്പറുകളുണ്ട്. ഇവിടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അളക്കുന്നത് റീറ്റെയിൽ പ്രൈസിലെ മാറ്റമാണ്, ചേഞ്ച് ആണ്. അടുത്ത ചോദ്യം, ദ ഫോളോയിങ് ആർ ദ കോമ്പോണൻസ് ഓഫ് സെക്കൻഡറി സെക്ടർ എക്സെപ്റ്റ്. അല്ലെ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒന്നൊഴികെ ബാക്കിയുള്ളതൊക്കെ സെക്കൻഡറി സെക്ടറിൽ പെട്ടതാണ് അഥവാ ദ്വിതീയ മേഖലയിലുള്ളതാണ്. ഏതൊക്കെയാണ്? മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ, ട്രേഡ്, ഇലക്ട്രിസിറ്റി, ഗ്യാസ് ആൻഡ് വാട്ടർ സപ്ലൈ. അല്ലെ, ഇതിനകത്ത് ഏതാണ് സെക്കൻഡറി സെക്ടറിൽ പെടാത്തത്? ഏതാണ്? ട്രേഡ് ആണ്. അതൊരു സേവനമാണ്. ട്രേഡ്, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അതുപോലെ തന്നെ IT, ഇങ്ങനത്തെ മേഖലകളൊക്കെ, സേവന മേഖലകളൊക്കെ ടെറിസറി സെക്ടറിലാണ് വരിക. അത് സെക്കൻഡറി സെക്ടറിൽ വരില്ല. ഉത്തരം സി ആണ്, ട്രേഡ്. സെക്കൻഡറി സെക്ടറിൽ അഥവാ ദ്വിതീയ മേഖലയിൽ വരുന്നത് മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ, ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ സപ്ലൈ തുടങ്ങിയവയൊക്കെയാണ്. അതോടൊപ്പം തന്നെ പ്രൈമറി സെക്ടറിൽ അല്ലെങ്കിൽ പ്രാഥമിക മേഖലയിൽ വരുന്ന ഏതൊക്കെയാണ്? അതിനകത്ത് കൃഷി വരുന്നുണ്ട്, അനിമൽ ഹസ്ബൻഡറി അഥവാ മൃഗസംരക്ഷണം വരുന്നുണ്ട്. അതുപോലെയുള്ള ആക്ടിവിറ്റീസ് ആണ് ശരിക്ക് കൃഷി അനുബന്ധ പ്രവർത്തനങ്ങളാണ് കാര്യമായിട്ട് പ്രൈമറി സെക്ടറിൽ വരുന്നത്. ഇത് ഓർത്തു വെക്കണം, ഇത് വേർതിരിക്കാൻ നമുക്ക് കഴിയണം. അടുത്ത ചോദ്യം, ദ അഡ്വാൻറ്റേജസ് ഓഫ് എ പെർട്ടിക്കുലർ മോഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ഈസ് ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ മോഡ് ഓഫ് ഡാറ്റ കളക്ഷൻ. താഴെ ഒരു പ്രത്യേക ഡാറ്റ കളക്ഷന്റെ രീതിയുടെ ഗുണങ്ങൾ പറയുന്നുണ്ട്. ഒരു ഡാറ്റ കളക്ഷന്റെ മെത്തേഡിന്റെ ഗുണങ്ങളാണ് താഴെ പറയുന്നത്. നമുക്ക് അതൊക്കെ നോക്കാം. ഹയസ്റ്റ് റെസ്പോൺസ് റേറ്റ്, ഉയർന്ന പ്രതികരണ നിരക്ക്, അല്ലെ, ബെറ്റർ ഫോർ യൂസിങ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ്. അലോസ് ക്ലാരിഫിക്കേഷൻ ഓഫ് ആംബിഗസ് ക്വസ്റ്റ്യൻ അഥവാ ക്ലിയർ അല്ലാത്ത ക്വസ്റ്റ്യന് വളരെയധികം ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ കഴിയും. അലോസ് ദ യൂസ് ഓഫ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഓൾ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യനും ഈ മെത്തേഡിൽ ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ ഈ ഗുണങ്ങളൊക്കെ അടങ്ങിയ ഒരു ഡാറ്റ കളക്ഷൻ മെത്തേഡ് ഏതാണ് നമ്മൾ പറയേണ്ടത്, അല്ലെ? അങ്ങനെ ഇവിടെ 4 മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ ഇന്റർവ്യൂ, ടെലിഫോണിക് ഇന്റർവ്യൂ, മെയിൽ എ ക്വസ്റ്റ്യനെയർ, നൺ ഓഫ് ദിസ്. നേരിട്ടുള്ള അഭിമുഖമാണോ, ടെലിഫോണിലൂടെയുള്ള അഭിമുഖമാണോ, ക്വസ്റ്റ്യനെയർ മെയിൽ ചെയ്യുകയാണോ? അതൊന്നുമല്ലേ. ഏതാണ് ചോദിച്ചിട്ടുള്ളത്? ഉത്തരം എ ആണ്, പേഴ്സണൽ ഇന്റർവ്യൂ. പേഴ്സണൽ ഇന്റർവ്യൂ നടത്തുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതികരണ നിരക്ക് വരുന്നത്. ഏറ്റവും നന്നായിട്ട് പ്രതികരണം കൂടുന്നത്, ആളുകൾ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ മറുപടി നൽകുന്നത് പേഴ്സണൽ ഇന്റർവ്യൂവിന്റെ സമയത്താണ്. ടെലിഫോൺ ഇന്റർവ്യൂവിലാണെങ്കിലും ക്വസ്റ്റ്യനർ മെയിൽ ചെയ്യുമ്പോഴും അത്തരത്തിന് പ്രതികരണം നമുക്ക് ലഭിക്കില്ല. അപ്പോൾ ഉത്തരം ആൻസർ എ ആണ്, പേഴ്സണൽ ഇന്റർവ്യൂ അഥവാ വ്യക്തിഗതമായ അഭിമുഖം. ഇത് ഏത് ചാപ്റ്ററിലാണ് വന്നിട്ടുള്ളത്? കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സിലെ 2ാമത്തെ ചാപ്റ്ററിലാണ് ഇത് വരുന്നത്. ഇനി നമ്മളൊരു മാച്ചിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് പരിശോധിക്കുന്നത്, അഥവാ ചേരുംപടി ചേർക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് പരിശോധിക്കുന്നത്. മാച്ച് ദ കോളം ബി ആൻഡ് സി വിത്ത് കോളം എ. ബി കോളവും സി കോളവും എ കോളവുമായിട്ട് മാച്ച് ചെയ്യുക, അല്ലെ? അതിനകത്ത് എ കോളത്തിൽ 5 വിവരങ്ങൾ തന്നിട്ടുണ്ട്, ബി കോളത്തിൽ 5 വിവരങ്ങൾ തന്നിട്ടുണ്ട്, സി കോളത്തിൽ 5 വിവരങ്ങൾ തന്നിട്ടുണ്ട്. ഇത് പെർഫെക്റ്റ് മാച്ച് ആവണം, എന്നാലാണ് നിങ്ങൾക്ക് മാർക്ക് ഫുൾ ആയിട്ട് കിട്ടുക. ഒരു സംഗതി മാത്രം മാച്ച് ആകുമ്പോൾ, ഒരു ക്വസ്റ്റ്യനിൽ ഒരു പോയിന്റ് മാത്രം മാച്ച് ആകുമ്പോൾ നിങ്ങൾക്ക് 1/2 മാർക്ക് കിട്ടും. 2 പോയിന്റ് മാച്ച് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. അങ്ങനെ 5 ക്വസ്റ്റ്യനും ഫുള്ളായിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 5 മാർക്ക് കിട്ടും. ഇവിടെ ആദ്യം നോക്കുന്നത് എ, ഗ്രീൻ റെവല്യൂഷൻ
ഹരിത വിപ്ലവം. അതുമായി ബന്ധപ്പെട്ട ബി കോളത്തിൽ വരുന്ന ഏതാണ്? HYV സീഡ്സ്, ശേഷിയുള്ള വിത്തിനങ്ങൾ. ശേഷിയുള്ള വിത്തിനങ്ങൾ അതാണ് ബി കോളത്തിൽ. സി കോളത്തിലോ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, രാസവളത്തിന്റെ ഉപയോഗം. അല്ലെ, ഗ്രീൻ റവല്യൂഷനുമായി കണക്റ്റഡ് ആണല്ലോ. അതിന്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ്, ഘടകങ്ങളാണ് HYV സീഡ്സും യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സും, അഥവാ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും രാസവളത്തിന്റെ ഉപയോഗവും. ബി ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇൻഡെക്സ് നമ്പറുമായി ബന്ധപ്പെട്ട് മാച്ച് ചെയ്യുന്ന ബി കോളത്തിൽ എന്താ വരുന്നത്? കറന്റ് ഇയറും ബേസ് ഇയറും ഒക്കെ ഇൻഡെക്സ് നമ്പറിൽ വരുന്നതാണ്. അപ്പൊ കറന്റ് ഇയർ. സി കോളത്തിലോ അവിടെ ബേസ് ഇയർ ഉണ്ട്, ബേസ് ഇയർ ആണ്. അപ്പൊ ഇൻഡെക്സ് നമ്പറിന്റെ ബി കോളത്തിൽ കറന്റ് ഇയർ, സി കോളത്തിൽ ബേസ് ഇയർ. സാർക്കുമായി ബന്ധപ്പെട്ട്, സാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ സംഘടനയാണ്. അപ്പുറത്ത് ഏതെങ്കിലും ഇന്റർനാഷണൽ സംഘടനകൾ ഉണ്ടോ നോക്കാം. സാർക്ക്, ഓക്കെ. ബ്രിക്സ് മറ്റൊരു ഇന്റർനാഷണൽ സംഘടനയാണ്. ആസിയാൻ അത് മറ്റൊരു ഇന്റർനാഷണൽ സംഘടനയാണ്. അപ്പൊ 3 ഇന്റർനാഷണൽ സംഘടനകളുടെ പേരാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് പരസ്പരം മാച്ച് ചെയ്തിരിക്കുന്നു. ഡി ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ പേഴ്സണൽ ഇന്റർവ്യൂ അഥവാ വ്യക്തിഗത അഭിമുഖം. അതിന് സമാനമായിട്ടുള്ള ബി കോളത്തിൽ ഏതാ വരുന്നത്? മെയിൽഡ് ക്വസ്റ്റ്യനെയർ അഥവാ ക്വസ്റ്റ്യനെയർ അയച്ചു കൊടുക്കുക. സി കോളത്തിൽ വരുന്നതോ ടെലിഫോൺ ഇന്റർവ്യൂ അഥവാ ടെലിഫോൺ അഭിമുഖം. ഇത് മൂന്നും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? മൂന്നും പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്നതിനുള്ള മാർഗങ്ങളാണ്. ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ലോറൻസ് കർവ്. എന്താ ലോറൻസ് കർവിന്റെ ഉപയോഗം? ഡിസ്പേർഷൻ അളക്കാനുള്ള ഗ്രാഫിക്കൽ മെത്തേഡാണ് ലോറൻസ് കർവ്. ഡിസ്പേർഷൻ അളക്കാനുള്ള മാത്തമാറ്റിക്കൽ മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അല്ലേ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ ഗ്രാഫിക്കൽ മെത്തേഡാണ് ലോറൻസ് കർവ്. അതിന്റെ ബി കോളത്തിൽ വരുമ്പോൾ ഏതാണ് അത് മാച്ച് ചെയ്യുന്നത്? മീൻ ഡീവിയേഷനും അതുപോലെ തന്നെ ഡിസ്പേർഷൻ അളക്കാനുള്ള ഒരു മെത്തേഡാണ്. പിന്നെ സി കോളത്തിലേക്ക് വരുമ്പോഴോ കോട്ടേൽ ഡീവിയേഷനും എന്താണ്? ഡിസ്പേർഷൻ അളക്കാനുള്ള ഒരു മാർഗമാണ്. അപ്പോൾ ലോറൻസ് കർവ്, മീൻ ഡീവിയേഷൻ, കോട്ടേൽ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതുപോലെ റേഞ്ച് തുടങ്ങിയവയൊക്കെ ഡിസ്പേർഷൻ അളക്കാനുള്ള മെത്തേഡ്സ് ആണ്. അത് നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന ചാപ്റ്ററിലാണ് പഠിച്ചിട്ടുള്ളത്. ഒരു വൺ വേർഡ് ക്വസ്റ്റ്യനും കൂടി. ദ മിഡ് പോയിന്റ് ഓഫ് 10 to 15 ഈസ് 10 to 15 എന്ന ക്ലാസിന്റെ മിഡ് പോയിന്റ് എന്താണ്? ഈ തന്നിരിക്കുന്ന കൂട്ടത്തിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 7.5, 10, 12.5, 2.5. ഇതിൽ ഏതാണ്? നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള മാർഗത്തിലൂടെ കണ്ടെത്താൻ കഴിയും. ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും പരസ്പരം കൂട്ടിയതിന്റെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? മിഡ് പോയിന്റ് കിട്ടും. ഇവിടെ ഉത്തരം 12.5 ആണ്. അങ്ങനെ ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഉത്തരം സി ആണ്, 12.5. ഇനി 2 മാർക്കിന് ചോദിക്കാവുന്ന ഏതാനും ക്വസ്റ്റ്യൻ കൂടി ഇവിടെ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. കാറ്റഗറൈസ് ദ ഫോളോയിങ് പ്രോഗ്രാംസ് അണ്ടർ ദ ഹെഡ്സ് ഓഫ് വേജ് എംപ്ലോയ്മെന്റ് ആൻഡ് സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. അല്ലെ, താഴെ തന്നിരിക്കുന്ന പ്രോഗ്രാമുകളെ വേജ് എംപ്ലോയ്മെന്റ് അഥവാ കൂലിത്തൊഴിൽ പദ്ധതി എന്നും സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം അഥവാ സ്വയം തൊഴിൽ പദ്ധതികളെന്നും വേർതിരിക്കണം. അഥവാ 2 ഹെഡിങ്ങൾ കീഴിൽ കൊണ്ടുവരണം താഴെ പറയുന്ന കാര്യങ്ങളെ. ഇതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണത്, അല്ലേ? REGP, റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, അത് ശരിക്കൊരു സ്വയം തൊഴിൽ പദ്ധതിയാണ്. NFWP, നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം, ദേശീയ ജോലിക്ക് കൂലി ഭക്ഷണം പരിപാടി, അത് എന്താണ്? വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ആണ്. PMRY, അത് സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ആണ്. MGNREGS അഥവാ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. ഏതാണ്? നിങ്ങൾക്ക് അറിയാലോ, അത് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ആണ് അഥവാ കൂലിത്തൊഴിൽ പദ്ധതിയാണ്. അപ്പൊ ഏതൊക്കെ കൂലിത്തൊഴിൽ പദ്ധതി? NFWPയും MGNREGSും കൂലിത്തൊഴിൽ പദ്ധതികളാണ്. REGPയും PMRYയും സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് ആണ്. നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് പൂർത്തിയാക്കിയ ക്വസ്റ്റ്യൻ 7ാമത്തെ ചാപ്റ്ററിൽ ഏതാണ്? അഥവാ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏതാണ്? അതേ ചാപ്റ്ററിലെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. Workers can be classified in many ways. One type of classification is casual wage worker and regular salaried worker. Cite 2 examples of them. അല്ലെ, വർക്കേഴ്സിനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതിലൊരു ക്ലാസിഫിക്കേഷനാണ്, ഒരു വർഗീകരണമാണ് കാഷ്വൽ വേജ് വർക്കർ അഥവാ കൂലി തൊഴിലാളികൾ എന്നും റെഗുലർ സാലറിഡ് വർക്കർ അഥവാ റെഗുലർ സ്ഥിര ശമ്പളക്കാരെന്നും. അപ്പൊ സ്ഥിര ശമ്പളക്കാരെന്നും കൂലി തൊഴിലാളികളെന്നും 2ആയിട്ട് നമുക്ക് തിരിച്ചിട്ടുണ്ട്. അതിന് ഓരോന്നിനും ഈ 2 ഉദാഹരണം കൊടുക്കണം, അതാ വേണ്ടേ. അപ്പൊ ഇവിടെ നമുക്കറിയാം കാഷ്വൽ വേജ് വർക്കേഴ്സിന് പ്രധാനപ്പെട്ട ഉദാഹരണം അഗ്രികൾച്ചർ വർക്കേഴ്സ്, അല്ലെ? അതുപോലെ ഫാം വർക്കേഴ്സ്, അല്ലെ? ഫാം വർക്കേഴ്സ് ഉണ്ട്, അഥവാ നമ്മൾ ഈ തോട്ടം തൊഴിലാളികൾ, അതുപോലെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, നിർമ്മാണ തൊഴിലാളികൾ, ഇവരൊക്കെ നമുക്ക് കാഷ്വൽ വേജ് വർക്കേഴ്സ് ആയിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. റെഗുലർ സാലറിയുടെ കൂട്ടത്തിൽ കാര്യമായിട്ട് വരുന്നത് ഗവൺമെന്റ് എംപ്ലോയീസ്. അതിൽ ഗവൺമെന്റ് ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ്, അങ്ങനെയുള്ള ഏതൊക്കെ തരത്തിലുള്ള ഗവൺമെന്റ് എംപ്ലോയീസ് ഉണ്ട് അവരൊക്കെ റെഗുലർ സാലറീഡ് ആണ്. അതുപോലെ ബാങ്ക് എംപ്ലോയീസ്, ഇവരൊക്കെ റെഗുലർ സാലറീഡ് ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ എക്കണോമിക്സിലെ 5ാമത്തെ ചാപ്റ്റർ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആർ ഇന്റർ റിലേറ്റഡ്. പോയിന്റ് ഔട്ട് എനി ടു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. ഹ്യൂമൻ ക്യാപിറ്റലും അഥവാ മനുഷ്യ മൂലധനവും മനുഷ്യ വികസനവും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവ തമ്മിലുള്ള ഒരു ബന്ധം, ഒരു രണ്ട് ബന്ധമെങ്കിലും നമ്മൾ ഇവിടെ പറയണം, അല്ലെ? നമുക്കറിയാം, ഹ്യൂമൻ ക്യാപിറ്റലിന്റെ ഒഴിച്ചുകൂടാനാവാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഹ്യൂമൻ ക്യാപിറ്റലിന്റെ സോഴ്സാണ്, ഒരു ഉറവിടമാണ്. അതുപോലെ ഹെൽത്ത് മറ്റൊരു ഉറവിടമാണ്. ഓൺ ജോബ് ട്രെയിനിങ്, പരിശീലനം കിട്ടുക, അതും ഒരു ഉറവിടമാണ്. ഇപ്പൊ ഹ്യൂമൻ ക്യാപിറ്റൽ ഉണ്ടാവാൻ ഒരുപാട് സോഴ്സുകളുണ്ട്. അതിൽ പ്രധാനമായിട്ടാണ് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് തുടങ്ങിയവയൊക്കെ. അപ്പോൾ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കൂടുതൽ ചെലവഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഉൽപാദനക്ഷമത വർദ്ധിക്കും. അതിലൂടെ മനുഷ്യന്റെ വികസനം സാധ്യമാകും, മനുഷ്യന്റെ ക്ഷേമം സാധ്യമാകും. നമ്മൾ ചുരുക്കം അങ്ങനെ മനസ്സിലാക്കിയാൽ മതി, അല്ലേ? അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലേക്കാണെങ്കിലും ആരോഗ്യ മേഖലയിലേക്കാണെങ്കിലും ട്രെയിനിങ്ങിന്റെ മേഖലയിലേക്കാണ് കൂടുതൽ ചെലവഴിക്കുകയാണെങ്കിൽ മനുഷ്യന്റെ വികസനം അതിലൂടെ ഉണ്ടാകും. അതുപോലെ മനുഷ്യന്റെ ക്ഷേമവും അതിലൂടെ വളരും. സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പരിശോധിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ആൻ ഇൻഡിസ്പെൻസിബിൾ ടൂൾ ഫോർ എക്കണോമിസ്റ്റ്. ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ആൻ എക്കണോമിക് പ്രോബ്ലം. ലിസ്റ്റ് ദ അതർ ടു യൂസസ്. അല്ലേ? സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ്. എന്താണ് പ്രധാനമായിട്ടും സഹായിക്കുന്നത്? ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ആൻ എക്കണോമിക് പ്രോബ്ലം. സാമ്പത്തിക പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഒരു എക്കണോമിസ്റ്റിനെ സഹായിക്കുന്നു. ഇതൊരു യൂസാണ്. ഇതുപോലുള്ള രണ്ട് യൂസും കൂടി പറയണം. ഇത് വളരെയധികം കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 4 മാർക്കിന് വരെ ചോദിക്കാവുന്ന ചോദ്യമാണ്. അപ്പൊ അതിൽ നമ്മൾ രണ്ട് യൂസും കൂടി കണ്ടെത്തണം, അല്ലെ? രണ്ട് വസ്തുതകൾ തമ്മിൽ, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻസ് കാണാൻ സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ യൂസ്ഫുൾ ആണ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻസ്, ബന്ധം മനസ്സിലാക്കാൻ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപകാരപ്പെടും, അല്ലെ? സ്റ്റാറ്റിസ്റ്റിക്സ് അതുപോലെ തന്നെ പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യാൻ, അഥവാ പ്ലാൻ രൂപീകരിക്കാൻ, പോളിസികൾ രൂപീകരിക്കാൻ, ഇതിനൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ സഹായിക്കും. പ്ലാനുകൾ രൂപീകരിക്കാൻ, അതുപോലെ ഗവൺമെന്റിന്റെ പോളിസികൾ രൂപീകരിക്കാൻ, ഇതിനൊക്കെ നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കും. അത് മാത്രമല്ല, വലിയ സംഖ്യ ഒരു ഡാറ്റ, കുറേ ഡാറ്റകൾ നമ്മൾക്ക് ഒന്നിച്ച് കിട്ടുമ്പോൾ അതിനെ കണ്ടൻസ് ചെയ്ത് ചുരുക്കിയെടുക്കാനും സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കും. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞത്? സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് എക്കണോമിക് പ്രോബ്ലം, സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്സ് ടു ഫോർമുലേറ്റ് എക്കണോമിക് പോളിസീസ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്സ് ടു ഫോർമുലേറ്റ് പ്ലാൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്സ് ടു കണ്ടൻസ് മാസ് ഓഫ് ഡാറ്റ ഇൻ ടു എ സിംഗിൾ ഫിഗർ. ഒരു സിംഗിൾ ഫിഗറിലേക്ക് വലിയ ഡാറ്റയെ ചുരുക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ തുടർച്ചയുമായി അടുത്ത ദിവസം തന്നെ നമ്മൾ വീണ്ടും വരും. തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വെയിറ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നേരിട്ട് ലഭിക്കുന്നതായിരിക്കും.